അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഫ്രീ ഫയർ ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മുടെ വൂക്കോങ് ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീ ഫയർ ഒക്കെ കളിക്കും, നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ചെയ്യാത്തതാണെന്ന് പൈസ പറഞ്ഞൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വൂക്കോങ് ക്യാരക്ടറാണ് ഇപ്പോൾ. മറ്റേ വൂക്കോങ് ക്യാരക്ടറാണോ അടിപൊളി, അതോ അലോക്കാണോ ലൂണയാണോ എന്താണ്, ഹോമറാണോ ലിയോണാണോ, ആരാണ് അടിപൊളി എന്ന് പറയൂ ഗൈസ്. അപ്പം ഇല്ല, ആരാണ് അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരിനെ ക്യൂപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കുറേ പേരുണ്ട് ഗൈസ്. കെലി, പിന്നെ പിന്നെ ഗൈസ് നമ്മൾക്കില്ലേ ഇവന് പർച്ചേസ് ചെയ്യണം ഗൈസ്. പിന്നെ ഇവനെയും പർച്ചേസ് ചെയ്യണം. ഇവനെ അവൻ്റെ പേരെന്തായിരുന്നോ, മോസ്. അവനെ പർച്ചേസ് ചെയ്യണം. അവ സീനാണെന്നാണ് പറയുന്നത്. പൊളി സാധനമാണെന്നാണ് അവൻ പൊളി ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. പിന്നെ നെരോനെയും മേടിക്കണം. പിന്നെ ഗൈസ് 2-3 പേരൊക്കെ ഡൗൺലോഡൊക്കെ ആക്കാനും ഉണ്ട് ഗൈസ്. ഓക്കെ, കുറേ പേരുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പേരുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. പിന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആവും ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾക്ക് പെറ്റ് കാണാം. ഇതാണ് നമ്മുടെ പെറ്റ്. ഇത് അടിപൊളി പെറ്റാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ ഒരു ഡ്രാഗൺ ഉണ്ട്. പിന്നെ ഇവനെ ഡൗൺലോഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇവനെയും ഡൗൺലോഡ് ചെയ്യാം. ഇവ സെറ്റാണ് കേട്ടോ, ഇവ സീനാണ്. ഓക്കെ, ഇവനെയും കൂടെ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവനെയും ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു പെറ്റിനെയും ഡൗൺലോഡ് ചെയ്യാം. പഗ് എന്നാണ് അവൻ്റെ പേര്. കാക്ടസിനെയും നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അർവാനെയും ഡൗൺലോഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഫാങ്കിനെയും ഡൗൺലോഡ് ചെയ്യുക. അതാണ് ഫാങ്ക് സീൻ കിട്ടാ. ഒരു ഫോക്സ്, ഫാങ്ക് സീൻ, ഫോക്സ് മാതിരി ഉണ്ട് അവന് കാണാൻ. പിന്നെ ഗൈസ് നമ്മൾക്ക് ഹൂട്ടിനെ ഡൗൺലോഡ് ചെയ്യാം. ഹൂട്ടിനെ ഡൗൺലോഡ് ചെയ്യാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട് ഗൈസ്. ഹൂക്കൊരു മൂങ്ങ മാതിരിയാണ്. ഓക്കെ, പിന്നെ ഗൈസ് നമുക്ക് ഫിന്നിനെ ഡൗൺലോഡ് ചെയ്യാം. കുറേ പേരിന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറേ ഇതായിട്ട് നമ്മുടെ മൊബൈൽ ലാഗ് അടിക്കും ഗൈസ്. നിറയെ MB ഒക്കെ ആവും ചിലപ്പോൾ. ഇവന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത്രയും പൈസ കൊടുക്കണോ? നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് പൈസയുള്ളൂ ഗൈസ്. നമുക്കെന്തായാലും പൈസ കൂട്ടണമെങ്കിൽ ഗെയിം കളിക്കണം ഗൈസ്. ഇല്ല BR കളിക്കണം. അങ്ങനെ കളിച്ച് റാങ്കും എല്ലാം കൂട്ടുന്ന സമയത്ത് നമ്മുടെ പൈസയും കൂടും ഗൈസ്. ജാസിലിനെ ഡൗൺലോഡ് ചെയ്യാൻ, എറ്റീനെയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിറയെ പൈസ വേണം ഗൈസ്. അപ്പം നമ്മൾക്ക് ഗെയിം പ്ലേ കളിച്ച് ലാസ്റ്റ് നമ്മൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പം നമ്മളുടെ റാങ്കും കൂടും, ലെവലും എല്ലാം അപ്പാവും ഗൈസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, വൂക്കോങ് ക്യാരക്ടറാണ് നമ്മളുടെ. ബൂയി അടിക്കും തോന്നുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബൂയി അടിക്കും. ലക്ക് ഉണ്ടെങ്കിലൊക്കെ ബൂയി അടിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ BR ഇത് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ബെർമുഡയിലാണ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. സെറ്റ് എയറോപ്ലെയിൻ. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ജുജുജു കൈസം വന്ന കാരണം ഈ എയറോപ്ലെയിനും എല്ലാം മാറിയിട്ടുണ്ട്. സെറ്റ് സാധനമായിട്ടുണ്ട് ഗൈസ്. നമ്മൾക്ക് ഹൈസ്കൂളിൽ ഇറങ്ങാം. BGMയിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹൈസ്കൂൾ ആയിരുന്നില്ല. നമുക്ക് ഹൈസ്കൂളിൽ തന്നെ ഇറങ്ങാം ഗൈസ്. നമ്മൾ ഹൈസ്കൂളിൽ ഇറങ്ങാൻ പോവാണ്. കുറേ നമ്മൾ ഫ്രീ ഫയർ ഒന്നും കളിച്ചിട്ടില്ല. നമ്മളിപ്പോൾ BGM റോബ്ലോക്സ് പറഞ്ഞങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ജുജുജു കൈസം അപ്ഡേറ്റ് ഒക്കെ വന്ന കാരണം കുറേ പേര് അത് അടിപൊളിയുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെറ്റ് ഗെയിം പ്ലേ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഫ്രീ ഫയർ ഒന്ന് കളിച്ചാലോ പറഞ്ഞിങ്ങനെ നമ്മൾ കയറി ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഹൈസ്കൂളിൽ ഇറങ്ങാം. അപ്പോൾ നമ്മൾ BGM കളിച്ച് ലാസ്റ്റ് നമ്മൾ ഫ്രീ ഫയറിൻ്റെ അകത്തും BGMയിൽ കളിക്കുന്ന മാതിരി കളിച്ച് ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ റാങ്കൊക്കെ ഇത്തിരി കൂടിയുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു എനിമി ഉണ്ട്. അപ്പോൾ നമ്മൾ അവനെ നമ്മൾക്ക് കൊല്ലാം ഗൈസ്. ഓക്കെ, നമ്മൾ BGMയിൽ കളിക്കുന്ന മാതിരി കളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾക്ക് അവൻ്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ BGM കളിച്ച് നമ്മളിപ്പോൾ ഫ്രീ ഫയറിൽ വന്നാലും BGM മേളിൽ കളിക്കും ഗൈസ്. അങ്ങനെ നമ്മൾക്ക് റാങ്കൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഒരു ടെലിപ്പോർട്ട് പറഞ്ഞൊരു പോർട്ടൽ വന്നിട്ടുണ്ട് ഗൈസ്. BGMയിലും പണ്ട് ഇതുമാതിരി ഒരു
ഒരു പോർട്ടൽ വന്നിട്ടുണ്ടായിരുന്നു BGMIയിൽ. എനിക്ക് തോന്നുന്നു ഫ്രീ ഫയർക്കാർ BGMIയിൽ കാണിക്കുന്ന മാതിരി കോപ്പി ഇങ്ങോട്ട് എടുക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. BGMIയിലും പണ്ട് ഇതുമാതിരി ഒരു പോർട്ടൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പണ്ട് കളിച്ചവർക്കൊക്കെ അറിയാം. ഇത്തിരി കുറച്ച് എന്താണ് മുമ്പ് പണ്ട് കളിച്ചവർക്കൊക്കെ അറിയാം. മറ്റേ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു അപ്ഡേറ്റിൽ പോർട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഫ്രീ ഫയർ BGMIന് കോപ്പി കളിച്ചാലും എന്ത് കോപ്പി കളിച്ചാലും രണ്ടുപേരിൻ്റെ സ്ട്രെങ്ത്, രണ്ടുപേരിൻ്റെ ഈ ഗെയിം പ്ലേ എല്ലാതും ഈക്വൽ ആയിരിക്കും ഗൈസ്. രണ്ടുപേരിൻ്റെ സ്ട്രെങ്ത്തും ഈക്വൽ ആയിരിക്കും ഗൈസ്. ഞാൻ ഫ്രീ ഫയറിനെ തള്ളി പറഞ്ഞില്ല. ഓക്കെ ഗൈസ്, അവിടെ ഒരു എനിമി വന്നിട്ട് നമ്മുടെ കയ്യിൽ ഗൺ അവിടെ. ഓക്കെ, ഗണ്ണൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ഗണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവനെ കൊല്ലാം ഗൈസ്. ഓക്കെ, അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലൂട്ടൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഫ്രീ ഫയറും BGMIയും ഈക്വൽ സ്ട്രെങ്ത് ആണ്. ഞാൻ അതിനെ തള്ളി പറഞ്ഞൊന്നുമല്ല, ഈക്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ എല്ലാവരും ഫ്രീ ഫയറിനെ സപ്പോർട്ട് ചെയ്യുക, BGMIനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ഗെയിമിൻ്റെ പവറും എല്ലാ കാര്യങ്ങളും നല്ലപോലെ ഈക്വൽ ആവുള്ളൂ ഗൈസ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ചണ്ട ചെയ്താണ്ടിരിക്കുക, ഫ്രീ ഫയർ കുട്ടികൾ കളിക്കുന്ന ഗെയിമാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ചണ്ട ചെയ്താണ്ടിരിക്കുക. പിന്നെ ഗൈസ്, BGMIനെ നമ്മൾ തള്ളിപ്പറയില്ല. BGMIയും അടിപൊളി ഗെയിമാണ്, ഫ്രീ ഫയർ അടിപൊളി ഗെയിമാണ്, കുട്ടികളുടെ ഗെയിമാണ് പറഞ്ഞ് തള്ളിപ്പറയാതെ ഇരിക്കുക. അത് കാരണം എല്ലാവരും ഫ്രീ ഫയറിനെയും തള്ളിപ്പറയാൻ പാടില്ല, BGMIനെയും തള്ളിപ്പറയാൻ പാടില്ല. ഫ്രീ ഫയർക്കാർ BGMIനെ കോപ്പി കളിച്ചു, അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ BGMIക്കാർ ഫ്രീ ഫയറിന് കോപ്പി കളിച്ചാൽ നമ്മൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗൈസ്. രണ്ടുപേരിൻ്റെ സ്ട്രെങ്ത് ഈക്വലായിട്ട് ഇനിയും മുന്നോട്ടേക്ക് പോകണം ഗൈസ്. അപ്പം തന്നെ നമ്മളെങ്ങനെ കളിക്കാനുള്ള ഇൻട്രസ്റ്റും എല്ലാ കാര്യങ്ങളൊക്കെ വരുള്ളൂ ഗൈസ്. അപ്പം നമ്മൾക്ക് ഇനിയും കുറേ ഫ്രീ ഫയറിൻ്റെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുക ഗൈസ്. BGMI അടിപൊളിയാണ്, ഫ്രീ ഫയർ അടിപൊളിയാണ് ഗൈസ്. അപ്പം ഒരു ഗെയിമിന് തള്ളി പറയാൻ പാടില്ല. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ BGMIയും ഫ്രീ ഫയറും രണ്ടും ഈക്വൽ സ്ട്രെങ്ത് ആണ് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മാതിരി പറയണം ഗൈസ്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ട് അതെടുത്ത് തന്നെ നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ബൂയി അടിക്കുന്നു. ഓക്കെ, ബാക്കിൽ നിന്ന് ഒലുത്തതില്ലേ നമ്മന്നില്ല വെടി വയ്ക്കേണ്ടത് ആരാണെന്ന് നോക്കാം. കെലിന്ന് നമ്മൾക്ക് ഇവിടെ വയ്ക്കാം ഗൈസ്. ഓക്കെ, ഇനി നമ്മൾക്ക് നിറയെ ലൂട്ട് അടിക്കാം ഗൈസ്. നിറയെ ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഓട്ടോറിക്ഷ കയറി പോവാം. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക ഗൈസ്. വീഡിയോ ലൈക്ക് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വേറെ ആർക്കെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുത്തോളൂ. ഫ്രീ ഫയർ ഗെയിമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫ്രീ ഫയർ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് അയച്ചു കൊടുത്തോളൂ. ചിലപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഫ്രീ ഫയർ ഗെയിം പ്ലേ ആയാലും നല്ലപോലെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഇനിയും കുറേ കളിക്കുക. ഓക്കെ, അവിടെ ഒരു ചെക്കൻ നിൽക്കുന്നുണ്ട്, അവൻ നമ്മൾക്ക് വെടിവെക്കുക ഗൈസ്. ഓക്കെ, അത് നമ്മളങ്ങനെ കൊന്നുണ്ട്. അവൻ നമ്മന്നെ വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നിരിക്കുകയായിരുന്നു ഗൈസ്. നൈസിന് 1 ടാപ്പ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നിരിക്കുകയായിരുന്നു. ഫ്രീ ഫയറിലൊക്കെ 1 ടാപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ നിറയെ ഗ്ലൂ വാളൊക്കെ ഇട്ട് ചാടി ആൾക്കാരിനെ, ഇപ്പോൾ വേറെ കളിക്കുന്ന ആൾക്കാരിനെ ഇല്ലേ പ്രാന്താക്കണം. പക്ഷേ BGMIയിൽ അങ്ങനെയൊന്നും അല്ല ഗൈസ്. BGMIയിൽ 1 ടാപ്പ് പറഞ്ഞ സംഭവമില്ല. BGMIയിൽ വന്ന് ഗ്ലൂ വാള് അങ്ങനെയൊന്നുമില്ല ഗൈസ്. പിന്നെ ഇപ്പോൾ BGMI പ്ലേയേഴ്സ് ഫ്രീ ഫയറിൽ വന്നാലും ഒരു ഗ്ലൂ വാള് പോലും വേസ്റ്റ് ചെയ്യില്ല. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ തള്ളിപ്പറയൊന്നുമല്ല ഗൈസ്. ഈ 1 ടാപ്പ് അടിക്കുന്ന ആൾക്കാരും അടിപൊളിയായി ഫ്രീ ഫയറിൽ ഗെയിമൊക്കെ കളിക്കും. ഈ BGMI കളിച്ച് ലാസ്റ്റ് ഫ്രീ ഫയറിലേക്ക് വന്നവരിൻ്റെ റാങ്കൊക്കെ പെട്ടെന്ന് കൂടും ഗൈസ്. പക്ഷേ ഈ 1 ടാപ്പ് അടിച്ചിട്ട് നമ്മളെങ്ങനെ പ്രാന്തമാരിയാക്കി 1 ടാപ്പ് അടിച്ച് നമ്മളെ കൊല്ലുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഗൈസ്. അവർ പ്രോ ഗെയിമേഴ്സാണ് ഫ്രീ ഫയറിൽ. പിന്നെ അവരിപ്പോൾ BGMIയിൽ വന്നാലും നമ്മളുടെ കൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മൾ BGMIയിൽ പ്രോ പ്ലെയേഴ്സ് ആയിരിക്കും, കുറേ കളിച്ച് നല്ല പ്രോ ആയിട്ടുണ്ടാവും. പിന്നെ ഗൈസ് BGMIയിൽ നമ്മളെക്കാളും പ്രോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പാടില്ല. കാരണം നമ്മളെക്കാളും പ്രോയാണ് അവർ. പിന്നെ ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ BGMIൻ്റെ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടും, പിന്നെ റോബ്ലോക്സിൻ്റെ വീഡിയോസ് ഇടും ഗൈസ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മുടെ കയ്യിൽ നിന്ന് അധികം അങ്ങനെ ക്ലൂ വാളൊന്നും പോവില്ല. കാരണം നമ്മൾ 1 ടാപ്പ് അടിക്കാനൊന്നും അല്ല നോക്കുന്നത്. BGMIയിൽ കളിക്കുന്ന കളിച്ചിട്ട് ലെവലപ്പ് ആക്കാനാണ് നമ്മൾ നോക്കുന്നത് ഗൈസ്.
ഗൈസ് നമ്മൾ BGMIന്റെ വീഡിയോസ് ഇട്ടിട്ട് കുറേ ആയി. എന്തായാലും നമ്മൾ BGMIന്റെയും വീഡിയോസ് ഇടും. BGMIയിൽ വന്നിട്ട് മറ്റേ പണ്ടത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ഒരു ഗോസ്റ്റ് അപ്ഡേറ്റ്. അതിൽ മറ്റെന്തായിരുന്നു സ്ട്രേഞ്ചർ തിങ്സിൽ ഡ്രാഗൺ വാരിയർ പോലത്തെ ഏതോ ഒരു വലിയൊരു സാധനം ഉണ്ട്. പക്ഷേ ഇല്ലേ, അത് ഡ്രാഗൺ വാരിയർ വന്നിട്ട് ബ്രൗൺ കളറിലായിരിക്കും സ്ട്രേഞ്ചർ തിങ്സിൽ. എന്നിട്ട് അതിൻ്റെ വായിൻ്റെ അകത്തുനിന്ന് എന്നൊക്കെ ചോര അത് ഇതൊക്കെ വരും ഗൈസ്. പക്ഷേ BGMIന്റെ അകത്ത് വന്നിട്ട് ഡ്രാഗൺ വാരിയർ പോലത്തെ ഒരു ഫ്ലവറാണ് ഇരിക്കുന്നത്, പച്ച കളറിൽ. പിന്നെ അതിൻ്റെ വായിൻ്റെ അകത്തുനിന്ന് ഒന്നും വരുന്നില്ല. അതിൻ്റെ വായിൻ്റെ അകത്ത് ഇത്തിരി അതിൻ്റെ വായിൻ്റെ അകത്തുനിന്ന് ഒന്നും വരുന്നില്ല ഗൈസ്. അയ്യോ, സേഫ് സോൺ, നമുക്ക് സേഫ് സോണിൻ്റെ അകത്ത് കയറണം, അപ്പോഴേ നമ്മൾ സേഫ് ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾക്ക് സേഫ് സോണിൻ്റെ അകത്ത് കയറാൻ ശ്രമിക്കുക ഗൈസ്. പിന്നെ നമ്മൾക്ക് ഹെൽത്ത് കിട്ടാനുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഗൈസ് BGMIയിൽ നാം പറഞ്ഞു വന്നത് BGMI സെറ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പഴയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ്, ഒരു ഭൂതത്തിൻ്റെ അപ്ഡേറ്റ്, ഗോസ്റ്റ് അപ്ഡേറ്റ്, അതൊക്കെ ഉണ്ട് ഗൈസ് ഇപ്പോൾ BGMIയിൽ. പിന്നെ ഗൈസ് നമ്മൾ സേഫ് സോണിൻ്റെ അകത്തൊക്കെ കഷ്ടപ്പെട്ട് ചാടി കയറിയതല്ലേ, അപ്പോൾ നമ്മൾക്കൊരു മഷ്റൂമൊക്കെ കഴിച്ച് അങ്ങനെ പോവാ ഗൈസ്. അപ്പോൾ BGMIൻ്റെ അകത്ത് വന്നിട്ട് ഡ്രാഗൺ വാരിയർ പോലത്തെ ഒരു സാധനം ഉണ്ട് വലുതായിട്ട്. പക്ഷെ അത് പച്ച കളറിലൊരു ഫ്ലവർ മാതിരിയാണ് ഇരിക്കുന്നത്. അതങ്ങനെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. പിന്നെ വലിയൊരു മരമൊക്കെ വന്നിട്ടുണ്ട്, അതും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അവിടെ ഒരുത്തൻ ഗ്ലൂ വാൾ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അവൻ പ്രോ പ്ലെയർ ആണോന്നൊന്നും നമ്മൾക്ക് അറിയില്ല ഗൈസ്. അപ്പം നമ്മൾക്ക് അവനെ കൊല്ലാം ഗൈസ്. അവൻ ചിലപ്പോൾ പ്രോ പ്ലെയർ ആയിരിക്കും, അപ്പോൾ അവൻ നമ്മളെ കൊല്ലും ഗൈസ്. അപ്പോൾ നമ്മൾ മരിക്കും. അപ്പോൾ അവൻ പ്രോ പ്ലെയർ അല്ലെങ്കിൽ നമ്മൾ അവനെ കൊല്ലും ഗൈസ്. നമ്മൾ BGMI പ്ലെയറാണ്, നമ്മൾ BGMIയിൽ കളിക്കുന്ന മാതിരി കളിക്കും, സെറ്റായി നമ്മൾ കളിക്കും ഗൈസ്, പ്രോ ആയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവനെ കൊല്ലുക ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ, BGMI അടിപൊളി ഗെയിമാണ്, അതിൽ കളിക്കുന്ന മാതിരി നമ്മൾ കളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ BGMI കയറ്റാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നെറ്റൊക്കെ ഉണ്ടെങ്കിൽ BGMI കയറ്റാമെങ്കിൽ ഒന്ന് ശ്രമിക്കുക. പിന്നെ BGMI ഇഷ്ടമില്ലാത്തവരൊന്നും കയറ്റണ്ട ഗൈസ്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നെറ്റൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവർ ഫ്രീ ഫയർ തന്നെ കളിച്ചോളൂ. പിന്നെ ഫ്രീ ഫയറും കോട്ടാണ്, BGMIയും കോട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവനെ നമ്മൾ കൊന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 8 കില്ലാണ്. നമ്മളപ്പോഴും ഒരു പോർട്ടലിൻ്റെ അകത്ത് കയറിയ കാര്യമാണ് ഗൈസ്. നമ്മൾക്ക് സമയം കിട്ടിയില്ല ആൾക്കാരൊക്കെ കൊല്ലാൻ. വെറും 8 കില്ല് മാത്രമാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളെന്തായാലും ഒരു മിനിമം 20 ഇല്ലെങ്കിൽ എടുക്കാൻ നോക്കുക. വർക്കങ്ങനെ ഇരിക്കുമ്പോഴേക്കും വേറെ ഒരുത്തം നമ്മൾ കൊന്നു, അവന് വൂക്കോൺ ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. ഇനിയും നിറയെ ഫ്രീ ഫയറിൻ്റെ, BGMIൻ്റെ, റോബ്ലോക്സിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ